ഊർവശി തേജസ് അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുകയാണ്. ഈ കഥ ആരംഭിക്കുന്നത് അങ്ങ് സൗദി അറേബ്യയുടെ മണനാരുണ്യത്തിലാണ്. എന്നത്തെയും പോലെ പ്രഭാതം പൊട്ടിവിടരുന്നു. അങ്ങ് ഖാദിർ ബക്കാലയിലേക്ക് നടക്കുന്നു. ഖാദിർ ബക്കാലയിൽ നിന്നും അവനെ അറബി കണ്ടുമുട്ടുന്നു. അറബി അങ്ങ് ബക്കാലയിൽ വെച്ചല്ല അവനെ കണ്ടുമുട്ടുന്നത്. ബക്കാലയിലേക്ക് നടക്കുന്ന ഇടയിൽ വെച്ച് അവനെ അറബി പിടിക്കുന്നു. അറബി ചോദിക്കുന്നു, ഇഖാമ എവിടെ? എവിടെ നിന്റെ ഇഖാമ? എവിടെ എന്നറിയാതെ അവൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇഖാമ ചോദിച്ചപ്പോൾ അവൻ ആദ്യം കൈ വലത്തെ പോക്കറ്റിലേക്ക് ഇട്ടു. അവിടെ ഇഖാമ കാണുന്നില്ല. കാണാതായപ്പോൾ അവൻ ഇടത്തെ പോക്കറ്റിലേക്ക് കൈയിട്ടു. അവിടെയും ഇഖാമ കാണുന്നില്ല. പിന്നെ എവിടെ പോയി ഇഖാമ? അങ്ങ് റൂമിലാണ്. എവിടെ പോയി ഇഖാമ കാണാതെ വിഷമിച്ചവൻ മുട്ടുകുത്തി അറബിയുടെ കാൽമേൽ വരെ കൈപോയി. എന്നിട്ട് അറബിയോട് പറഞ്ഞു, അറബി മോനെ, എന്റെ കയ്യിലുള്ള ഇഖാമ എന്റെ റൂമിലാണല്ലോ മകനെ, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അറബി എന്ന് പറഞ്ഞാൽ അറബി പറയുകയാണ്, നീ ഇഖാമയില്ലാതെ എന്തിന് റോട്ടിലിറങ്ങി? കേറൂ അങ്ങ് വണ്ടിയിലേക്ക്, പോകാം നമുക്ക് ജയിലിലേക്ക്. നടക്കുകയാണ് നമ്മുടെ ഖാദർ. ഖാദറിന്റെ ഈ അവസ്ഥ മറ്റു മലയാളികൾക്ക് വരാതിരിക്കാൻ നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. അങ്ങനെ ഖാദറിന്റെ ഈ അവസ്ഥ വരാതെ നോക്കണേ. അങ്ങനെ ഖാദർ രാജ്യത്തിൽ നിന്നും മറുനാട്ടിലേക്ക് വണ്ടി കയറാൻ തീരുമാനിച്ചു.